കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ് ചോദ്യം. 3 പേരുകൾ സജീവമായി കേൾക്കുന്നു. കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ. നമുക്കൊപ്പമുള്ളത് രാഷ്ട്രീയ നിരീക്ഷകൻ ജോസഫ് ആണ്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിച്ചാൽ പൊതുജന വികാരം വി.ഡി. സതീശന് അനുകൂലമായിട്ടാണെന്നാണ്. അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ ഇത് നയിച്ചത്. ഒരു യാത്ര നടത്തി ക്യാമ്പയിൻ ആരംഭിക്കുന്നത് അദ്ദേഹമാണ്. ഇത്ര സീറ്റ് കിട്ടുമെന്നും അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിക്കുമെന്നും ഒക്കെ പറയുക എന്ന് പറയുന്ന ഒരു നേതാവ് താനാണ് എന്നുള്ളൊരു പ്രഖ്യാപനവും കൂടിയാണ്. CPM-ലാണെങ്കിൽ പാർട്ടിയിലെ സ്ഥാനം സീനിയോറിറ്റിയാണ് നോക്കുക. പോളിറ്റ് ബ്യൂറോ അംഗം മത്സരിക്കുന്നുണ്ടെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗമാണ് മുഖ്യമന്ത്രിയായി വരിക. അപ്പോൾ അതുകൊണ്ട് അതൊരു അസാധാരണമായ കാര്യമൊന്നുമല്ല. രമേശ് ചെന്നിത്തലയും പരിണിതപ്രജ്ഞനായ നേതാവാണ്. പക്ഷേ കെ.സി. വേണുഗോപാലിൻ്റെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്വീകരിച്ചൊരു മാനദണ്ഡം MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കേണ്ടതില്ല. അവരുടെ സേവനം കൂടുതൽ ആവശ്യമുള്ളത് ഡൽഹിയിലാണ്. അവിടെ വലിയൊരു ചലഞ്ച് പാർട്ടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് കെ.സി. വേണുഗോപാലിനെ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും അയോഗ്യത ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അത് കൺഫ്രണ്ട് ചെയ്യുകയും ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കുകയും ചെയ്യേണ്ടതാണ്. രമേശ് ചെന്നിത്തല ചോദ്യങ്ങൾ ചോദിക്കുകയും ഏതാണ്ട് 9ഓളം കാര്യങ്ങൾ തിരുത്തിച്ച കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ. അതൊക്കെ വാസ്തവപരമായി ശരിയാണ്. പിന്നെ കൺഫ്രണ്ട് ചെയ്യുന്ന പ്രതിപക്ഷ നേതാവിനെ കേരളം എങ്ങനെയാണ് സ്വീകരിക്കുന്നതെന്നുള്ളത് VS-ൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് കൺഫ്രണ്ടേഷൻ ഒരു മോശപ്പെട്ട കാര്യമല്ല. വി.ഡി. സതീശനും മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ തുറന്ന് വിമർശിക്കാൻ ധൈര്യം കാണിച്ചതാണ്. അവിടെ മുതലാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാഫിലൊരു വലിയ മാറ്റം ഉണ്ടായതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് UDF-ൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു മാസ്കോട്ടായിരുന്നു എന്ന് തന്നെ. UDF-ൻ്റെ വോട്ട് വർദ്ധിപ്പിച്ച സ്റ്റാർ ക്യാമ്പയിനേഴ്സ് 2 പേര്, ഒന്ന് പിണറായി വിജയനും 2 വെള്ളാപ്പള്ളി നടേശനുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് വി.ഡി. സതീശൻ്റെ ഒരു ക്വാളിറ്റിയിലൊന്ന്. ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ കൺസിഡറേഷനിൽ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയേക്കാം. അതാണ് കോൺഗ്രസിൻ്റെ ഒരു പരമ്പരാഗത രീതി. അതാണ് ഇപ്പോൾ തന്നെ സണ്ണി എം കപ്പിക്കാടിന് സീറ്റ് നിഷേധിച്ചതിൻ്റെ പിറകിൽ മറ്റ് സമുദായ നേതാക്കന്മാരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വഴങ്ങി കൊടുക്കുന്ന ഒരു രീതി കോൺഗ്രസ്സിനുണ്ട്. അത് നിർഭാഗ്യകരമാണ്. എന്നിട്ടും ജനങ്ങൾ കുത്തിയത് ഈ ഗവൺമെൻറ്റിനോട് ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ വേറൊരു ബട്ടൺ ഇല്ലാത്തതുകൊണ്ടാണ്. 5ഓളം ഗ്യാരണ്ടി, ഇതെല്ലാം വലിയ ചിലവ് വരുന്ന കാര്യമാണ്. നിലവിൽ നമ്മുടെ ഖജനാവിലെ അവസ്ഥ വെച്ച് ഈ ഒരു ഗ്യാരണ്ടികൾ എത്രത്തോളം അവർക്ക് അതൊരു പ്രോമിസിംഗ് ആയിട്ട് നടപ്പിലാക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്? അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാലിയായ ഒരു ഖജനാവായിരിക്കും അവർ ഏറ്റെടുക്കാൻ പോവുക. കട വായ്പ പരിധിയിൽ വലിയ പ്രശ്നം ഇവർ നേരിടും. കിഫ്ബിയുടെ തിരിച്ചടവ് വേണ്ട ഒരു 10,500 കോടി രൂപയോളം അവർ ഈ 5 വർഷക്കാലത്തിനുള്ളിൽ അടയ്ക്കേണ്ടി വരും. അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരും. പക്ഷേ അത് കേരളം ഒന്നായിട്ട് നേരിട്ടല്ലേ പറ്റൂ. അതിനെ അതിജീവിച്ച് പോകേണ്ടി വരും. പിന്നെ കടം ഇപ്പോൾ 6 ലക്ഷം കോടിയോ 5 ലക്ഷം കോടിയോ ആയെങ്കിൽ അടുത്ത ഇവരിറങ്ങി പോകുമ്പോൾ ഒരു 10 ലക്ഷം കോടിയാവും. വെറുതെ ഒരു പ്രഖ്യാപനത്തിലൂടെ ദരിദ്രരില്ലാതായി കേവല ദാരിദ്ര്യം നിർത്തി ഇങ്ങനെയൊക്കെ പ്രഖ്യാപിക്കുന്നതുകൊണ്ടൊന്നും ജനത്തിൻ്റെ ദാരിദ്ര്യം മാറില്ല. അപ്പോൾ അവർക്കിത് പലതും അറിയിക്കുന്ന അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള വെൽഫെയർ സ്കീംസ് എന്ന് പറയുന്നതാണ്. അത് കൊടുക്കേണ്ടതാണ്. അതിനുള്ള പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് സത്യത്തിൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ് ഇവർ ചെയ്യേണ്ട കാര്യം. അല്ലാതെ ഇവർ വലിയ ഭാരിച്ച കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്തൂർ കടവിനൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.